പുലിഭീതിയിൽ മേലൂർ പുഷ്പഗിരി നിവാസികൾ. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂടുതൽ നടപടികൾ ആരംഭിച്ചു. ചേറ്റുവ ചുള്ളിപ്പടിയിൽ തെരുവുനായ ആക്രമണം. 40ഓളം കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി. കുന്നംകുളം വടക്കാഞ്ചേരി വെള്ളറക്കാട് റോഡ് പുനർനിർമ്മിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. മേലൂർ പുഷ്പഗിരിയിൽ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് നടപടി ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് കെണിക്കൂടും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചത്. വടക്കുംതല കുഞ്ഞപ്പന്റെ പറമ്പിലാണ് അതിരപ്പള്ളി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പുലിയെ പിടികൂടാൻ നടപടി തുടങ്ങിയത്. ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച ഉച്ചവരെ പുലിയുടെ സഞ്ചാരം നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 3:30യോടെയാണ് പുഷ്പഗിരി സ്വദേശിനി ശോഭയുടെ വീടിന്റെ പിൻഭാഗത്ത് പുലിയെ ആദ്യം കണ്ടത്. ഭയന്ന് വിറച്ച ഇവർ അകത്തുണ്ടായിരുന്ന മകൻ യദുകൃഷ്ണനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സംശയം തോന്നി, ഒരു മുഖം കണ്ട പോലെ. അപ്പൊ ഞാൻ മോനെ വിളിച്ച് കാണിച്ചു. അപ്പൊ അവൻ അമ്മ പുലിയാണ് കയറി പോക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടി കയറി. എന്നിട്ട് അയലൊക്കത്തുള്ളവരും വിളിച്ച് അവരും വന്ന് കണ്ടു. അവര് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മെമ്പറെ വിളിക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ആ സമയത്താണ് സാധനം പോയേക്കണേ. പിന്നെ വന്ന് നോക്കിയപ്പോ കണ്ടില്ല. അവരുടെ വീടിന്റെ തൊട്ടടുത്ത പറമ്പിലെ പൊന്തക്കാട്ടിൽ പുലി കിടന്നതിന്റെ ലക്ഷണങ്ങളും കണ്ടെത്തിയിരുന്നു. പരിസരത്ത് കണ്ടെത്തിയ കാലടയാളങ്ങൾ പുലിയുടേതിന് സമാനമാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. കുറ്റിക്കാടുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് പല ദിവസങ്ങളിലും പുലിയെ കണ്ടത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 5 വർഷം മുമ്പ് പ്രദേശത്ത് പുലിയെ കണ്ടത് വാർത്തയായിരുന്നു. ചേറ്റുവ ചുള്ളിപ്പടിയിൽ തെരുവ് നായകളുടെ ആക്രമണത്തിൽ 40ഓളം കോഴികൾ ചത്തു. ചുള്ളിപ്പടിക്ക് പടിഞ്ഞാറ് രായമരക്കാർ വീട്ടിൽ അബൂബക്കറിന്റെ വീട്ടിലാണ് സംഭവം. അബൂബക്കറിന്റെ മരുമകൾ ഷജിദ ഷെരീഫ് കുടുംബശ്രീയിൽ നിന്നും വായ്പയെടുത്ത് വളർത്തിയിരുന്ന കോഴികളാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായത്. കരിങ്കോഴികളും നാടൻ കോഴികളുമാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായത്. കൂടിന്റെ ഒരു ഭാഗം തകർത്താണ് നായ്ക്കൾ അകത്ത് കയറിയത്. 35,000ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തകർന്ന റോഡ് പുനർനിർമ്മിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വെള്ളറക്കാട് റോഡ് നാട്ടുകാർ ഭാഗികമായി ഉപരോധിച്ചു. തകർന്ന റോഡിൽ നിന്നും ഉയരുന്ന പൊടിശല്യം കൊണ്ട് പൊറുതിമുട്ടിയ പരിസരവാസികളാണ് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്. വെള്ളറക്കാട് മുതൽ പന്നിത്തടം വരെയുള്ള റോഡിന്റെ പുനർനിർമ്മാണത്തിന് മന്ത്രി AC മൊയ്തീൻ 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 1.5 വർഷം മുൻപ് നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. വെള്ളറക്കാട് പ്രദേശത്ത് റോഡരികിലുള്ള വീട്ടുകാരാണ് ഇതുമൂലം ഏറെ ദുരിതത്തിലായത്. രൂക്ഷമായ പൊടിശല്യമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. വീടുകളിൽ പൊടി നിറയുന്നതിനോടൊപ്പം പരിസരവാസികൾക്ക് വിട്ടുമാറാത്ത ചുമ, ശ്വാസതടസ്സം, ചൊറിച്ചിൽ ഉൾപ്പെടെയുള്ള അലർജി രോഗങ്ങൾ എന്നിവ പിടിപെട്ട് ദുരിതത്തിലാണ്. കുട്ടികളും വയോധികരുമാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. പ്രദേശത്തെ MLA കൂടിയായ മന്ത്രി AC മൊയ്തീൻ ഇടപെട്ട് റോഡ് നിർമ്മാണം പുനരാരംഭിക്കാനുള്ള നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആനയും അമ്പാരിയുമായി കൊട്ടിഘോഷിച്ച് വെള്ളറക്കാട് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത റോഡാണ് ഈ ദുസ്ഥിതിയിൽ കിടക്കുന്നത്. ഞങ്ങൾക്കൊരു അപേക്ഷയുള്ളത് MLAയോട്, മന്ത്രിയോട് ഈ പ്രദേശത്തേക്ക് ഒരു ശ്വാസകോശ രോഗ ആശുപത്രി അനുവദിച്ചു തരിക. ഉപരോധ സമരം കടങ്ങോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും DCC സെക്രട്ടറിയുമായ VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ലിബിൻ K മോഹൻ അധ്യക്ഷനായി. NP വിൻസെന്റ്, CP സേവ്യർ, M ദേവസി, CP ജോയ് എന്നിവർ നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. വടക്കാഞ്ചേരി എങ്കക്കാട് ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. എങ്കക്കാട് കേയത്ത് വീട്ടിൽ സുബ്രഹ്മണ്യന്റെ മകൻ 23 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. സുഹൃത്ത് വിജീഷിനോടൊപ്പം എങ്കക്കാട് വീരാണിമംഗലം ക്ഷേത്രക്കുളത്തിൽ കുളിക്കുമ്പോൾ ആമ്പൽ വള്ളികളിൽ കുടുങ്ങിയതാണ് അപകടത്തിന് ഇടയാക്കിയത്. സമീപത്തുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും മുങ്ങി താഴുകയായിരുന്നു. തുടർന്ന് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി ധനേഷിനെ പുറത്തെടുത്ത് ഉടൻ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. LDFിലെ ഘടകകക്ഷിയായെങ്കിലും അതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ ലോക് താന്ത്രിക് ജനതാദൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് LYJD സംസ്ഥാന പ്രസിഡന്റ് PK പ്രവീൺ അതിരപ്പള്ളിയിൽ നടന്ന യുവജന വിഭാഗം ജില്ലാ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാലക്കുടിയിൽ എന്നു മാത്രമല്ല കേരളത്തിൽ ഒരു പുഴയിലും ഇനി ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു.
ജില്ലാ പ്രസിഡന്റ് വാക്സറിൻ പെരേപാടൻ അധ്യക്ഷനായിരുന്നു. LJD ദേശീയ കൌൺസിൽ അംഗം അജി ഫ്രാൻസിസ്, ജില്ലാ പ്രസിഡന്റ് യുജിൻ മൊറേലി, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് വി തോമസ്, ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് MC അഗസ്തി, ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദ്വീപലിക്ക ഫാദർ ജിമ്മി കല്ലിങ്കൽക്കുടിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോജോ അരിക്കോടൻ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ആന്റോ ഉല്ലൂക്കാരൻ, ട്രസ്റ്റിമാരായ EK ഇനാശു, CC വർഗീസ്, CK ജെയിംസ് എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ലഹരി മാഫിയയെ ഗ്രാമങ്ങളിൽ നിന്നും തുടച്ചുമാറ്റാൻ ദൌത്യമേറ്റെടുത്ത് കാരമുക്ക് കൂട്ടായ്മ. 1 വർഷം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ സന്ദേശവുമായിട്ടാണ് സംഘം ഗ്രാമത്തിൽ ഉടനീളം സഞ്ചരിക്കുന്നത്. കാരമുക്ക് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ മണലൂർ പഞ്ചായത്തിൽ ബോധവൽക്കരണം നടത്തുന്നത്. പ്രദേശത്തും സമീപ പഞ്ചായത്തിലും യുവാക്കളും വിദ്യാർത്ഥികളും ലഹരി വസ്തുക്കൾക്ക് അടിമകളായി മാറുന്ന സാഹചര്യത്തിലാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന മാഫിയകൾ തഴച്ചു വളരുകയാണ്. ഇവർക്ക് കഞ്ചാവ് മുതലായവ എത്തിച്ചു നൽകുന്നവരെ പിടികൂടുന്നത് അപൂർവമാണ്. ലഹരി വസ്തുക്കൾ കൈവശം വെച്ച് അറസ്റ്റ് ചെയ്താലും നിസ്സാര പിഴ ഒടുക്കി പുറത്തുവരുമെന്നതാണ് ഇത്തരക്കാർക്ക് പ്രചോദനമാകുന്നത്. പ്രളയസമയത്ത് മണലൂരിൽ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട കൂട്ടരാണ് കാരമുക്ക് കൂട്ടായ്മ അംഗങ്ങൾ. ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണമേറുന്നത് മുന്നിൽ കണ്ടാണ് കൂട്ടായ്മയുടെ പ്രവർത്തനമെന്ന് കോർഡിനേറ്റർ സജീവൻ കാരമുക്ക് പറഞ്ഞു. ലഹരിക്കെതിരെ രക്ഷിതാക്കൾ ജാഗ്രത എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീടുകൾ കയറിയിറങ്ങിക്കൊണ്ട് ഒരു ഭവന സന്ദർശന യാത്ര നടത്തുകയാണ്. 2019-2020 നീണ്ടൊരുക്കുന്ന ഒരു ജനകീയ ക്യാമ്പയിനാണ് ലഹരിക്കെതിരെ ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചുള്ളത്. ലഹരിക്കെതിരെ രക്ഷിതാക്കൾ ജാഗ്രത എന്നതാണ് കൂട്ടായ്മയുടെ മുദ്രാവാക്യം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കാരമുക്ക് SNGS സ്കൂളിലെ അധ്യാപകരും സ്കൌട്ട് ആൻഡ് ഗൈഡിലെ 100ഓളം വിദ്യാർത്ഥികളും വീടുകൾ തോറും സന്ദർശനം നടത്തി ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ നൽകുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ലഘുലേഖ വിതരണം സുരേഷ് ബാബു വെന്നേരി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക മിനി, സുധീർ പൊറ്റേക്കാട്ട്, അനിത ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പോലീസിനെയും എക്സൈസ് വിഭാഗത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുള്ള ശ്രമവും കൂട്ടായ്മ തുടങ്ങിക്കഴിഞ്ഞു. TCV അന്തിക്കാട്. പാവർട്ടി മരുതയൂർ ചെന്ത്രത്തി ചന്ദനക്കുടം നേർച്ചയുടെ വരവറിയിച്ച് മുട്ടുംവിളി തുടങ്ങി. 18-19 തീയതികളിലാണ് നേർച്ച ആഘോഷം. ഒറ്റപ്പാലം കോതകുറുസി സൈതലവിയുടെ നേതൃത്വത്തിൽ 4 പേരാണ് മുട്ടുംവിളി നടത്തുന്നത്. മാപ്പിള ഗാനങ്ങൾ പാടി വീടുകൾ തോറും മുട്ടുംവിളി സംഘമെത്തും. 18-ന് രാവിലെ നട്ടാണിപ്പറമ്പ് VM ബക്കറിന്റെ വസതിയിൽ നിന്ന് ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ താബൂത്ത് കാഴ്ച പുറപ്പെട്ട് പള്ളി അങ്കണത്തിലെത്തി ജാറത്തിൽ പട്ട് സമർപ്പിക്കും. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള നാട്ടുകാഴ്ചകൾ രാത്രി പള്ളി അങ്കണത്തിൽ വാദ്യമേളങ്ങളോടെ എത്തിച്ചേരും. 19-നാണ് പ്രധാന നേർച്ച. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി അദാലത്ത് ആരംഭിച്ചു. മഹാരാജ ദർബാർ ഹാളിൽ ആരംഭിച്ച സീനിയർ അദാലത്തിന്റെ ഉദ്ഘാടനം ചാവക്കാട് സബ് ജഡ്ജ് KN ഹരികുമാർ നിർവഹിച്ചു. സ്നേഹസ്പർശം പ്രസിഡന്റ് RV അലി അധ്യക്ഷനായിരുന്നു. പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ PT കുഞ്ഞുമുഹമ്മദ്, സൈക്കോളജിസ്റ്റ് ഡോക്ടർ മായ S മേനോൻ, റിട്ടയർഡ് SP RK ജയരാജ്, ടെമ്പിൾ സ്റ്റേഷൻ ASI PK സുരേഷ് കുമാർ, അനിൽ കല്ലാറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദ്വീപലിക്ക ഫാദർ സജീവ് ഇമ്മട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡൊമിനിക് തലക്കോടൻ തിരുനാൾ സന്ദേശം നൽകി. ചേലക്കര താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. ഡോക്ടർ PK ബിജു MP അധ്യക്ഷനായിരുന്നു. പാലിയേറ്റീവ് ഗുണഭോക്താക്കൾക്കുള്ള സാന്ത്വന കിറ്റ് UR പ്രദീപ് MLA വിതരണം ചെയ്തു.
പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി വി സതീശൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കോപ്രകളത്ത് രണ്ടിടത്തുണ്ടായ വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. വടക്കേ ബസ് സ്റ്റോപ്പിന് സമീപം ബസിനെ മറികടക്കുമ്പോൾ കാർ എതിരെ വന്ന സ്കൂട്ടറിലും കാറിലും ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാർക്ക് പരിക്കേറ്റു. കൊപ്രക്കളം തളിയപ്പാടത്ത് റഷീദ്, ചന്ദ്രാപ്പിനി തിണ്ടിക്കൽ റഷീദിന്റെ മകൾ ഫർസാന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പീടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊപ്രക്കളം കിഴക്കേ റോഡിലുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ബൈക്കും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരായ കുന്നംകുളം സ്വദേശി സുഹൈൽ, കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് ഷെരീഫ് എന്നിവരെ ആദ്യം കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ പരാതിപ്പെട്ട ആളെ പങ്കായം കൊണ്ട് ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിലായി. അഴീക്കോട് കൊട്ടിക്കൽ വീട്ടിൽ കുഞ്ഞാലി എന്ന വിജീഷിനെ പങ്കായം കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഴീക്കോട് പടന്ന ആളംപറമ്പിൽ സക്കു എന്ന ബിന്യാമിൻ, അഴീക്കോട് ജെട്ടി കൈതയ്ക്കപ്പറമ്പിൽ അഫ്സൽ എന്നിവരെ എസ്ഐമാരായ ER ബൈജു, A മുകുന്ദൻ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പരാതി പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ ASI തോമസ്, പോലീസുകാരായ CR പ്രദീപ്, ഉമേഷ് എന്നിവരും ഉണ്ടായിരുന്നു. കരിമണൽ ഖനനം മൂലം കടലെടുക്കുന്ന കൊല്ലം ജില്ലയിലെ ആലപ്പാടിനായി കൈകോർത്ത് വിദ്യാർത്ഥികളുടെ വേറിട്ട പ്രതിഷേധം. സ്റ്റുഡൻസ് യൂണിയൻ തൃശൂർ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് കറുത്ത വസ്ത്രമണിഞ്ഞ വിദ്യാർത്ഥികൾ കയ്പമംഗലത്ത് ഐക്യദാർഢ്യ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കാളമുറിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചന്ദ്രാപ്പിനിയിൽ സമാപിച്ചു. പ്രകടനത്തിൽ 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 5000 കുടുംബം ഉണ്ടായിരുന്ന സ്ഥലമാണ്. എന്നാൽ അവർക്ക് ഇന്ന് ഒരു വീടും ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവർ പാലായനം ചെയ്യേണ്ട, അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് പാലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. പിന്നെ അവർ കുറേ സമരം ചെയ്തുവെങ്കിലും ആരും അവിടെ എത്തി നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളിവിടെ അവർക്ക് ഐക്യദാർഢ്യം, അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഐക്യദാർഢ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ആഷിയ, നുവൈസ, യൂസഫ്, റിനു, പ്രജക്ത എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. SNSC ചന്ദ്രാപ്പിനിയുടെ 50ാമത് അഖില കേരള വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. പെരുമ്പടപ്പ് ഈസ്റ്റ് UP സ്കൂൾ ഫ്ലഡ്ലിറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റ് അർജുന അവാർഡ് ജേതാവും അന്തർദേശീയ വോളിബോൾ താരവുമായ ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KU അരുണൻ MLA അധ്യക്ഷനായിരുന്നു. രാമനാഥൻ കൊല്ലാറ, MD സുരേഷ് കുമാർ, വോളിബോൾ അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് തോമസ് കാളിയങ്കര, സെക്രട്ടറി ജോഷി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ കേരള പോലീസ് തിരുവനന്തപുരം ജേതാക്കളായി. വേലൂർ മേഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന് കൊടിയേറി. ജനുവരി 13 മുതൽ 4 ദിവസങ്ങളിലാണ് ഉത്സവം ആഘോഷിക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി വിക്രമൻ ഇളയത് കൊടിയേറ്റ് നടത്തി. ക്ഷേത്രം രക്ഷാധികാരികളായ KR പുഷ്പാകരൻ, PK ഭരതൻ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സുരേഷ് പാലയിൽ, TG സുഭാഷ്, TG സുരേഷ്, മാതൃസംഘം രക്ഷാധികാരി സുമതി തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് മണ്ടംപറമ്പ് പ്രദേശത്ത് കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമാകുന്നു. പട്ടികജാതി കോളനിയിലെ ചീരോത്ത് കുഞ്ഞുമോന്റെ വീട്ടിൽ കയറിയ കുരങ്ങന്മാർ വീട്ടുസാധനങ്ങൾ നശിപ്പിച്ചു. ആളില്ലാത്ത സമയത്ത് വീടിന്റെ ഓടുകൾ തകർത്താണ് കുരങ്ങന്മാർ അകത്തു കയറിയത്. അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളും ചോറും കറികളും വലിച്ചിട്ട് നശിപ്പിച്ചതോടൊപ്പം ഗൃഹോപകരണങ്ങൾ കേടുവരുത്തുകയും ചെയ്തു. 3ാമത്തെ തവണയാണ് കുഞ്ഞുമോന്റെ വീട്ടിൽ കുരങ്ങന്മാർ നാശനഷ്ടമുണ്ടാക്കുന്നത്. മണ്ടംപറമ്പ് പട്ടികജാതി കോളനിയിൽ മാസങ്ങളായി തുടരുന്ന കുരങ്ങന്മാരുടെ ശല്യം പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. വാതിലുകളും ജനലുകളും അടച്ചിടുന്ന വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്നത് പതിവായിരിക്കുകയാണ്. 5-6 മാസമായി ഈ കുരങ്ങന്മാരുടെ ശല്യം കൊണ്ട് ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടണില്ല വീട്ടിൽ നിന്ന്. എന്ന് ഉച്ചയ്ക്ക് വന്നാലും ഭക്ഷണം എടുക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ കുരങ്ങന്മാരുടെ ശല്യം കൊണ്ട് തോറ്റുപോയി. കുറേ ഞങ്ങൾ ഓരോ സമരത്തിനും ഫോറസ്റ്റ് ഓഫീസിലേക്കൊക്കെ പോയി, എന്നിട്ടൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഒരു കൂട് വെക്കാമെന്ന് പറയുകയൊക്കെ ചെയ്തു. ഇതുവരെ ഒന്നൊരു നടപടി വരെ എടുത്തിട്ടില്ല. കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു.
തുടർന്ന് കെണിക്കൂടുകൾ വെച്ച് കുരങ്ങന്മാരെ പിടിക്കാമെന്ന വനപാലകർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കുരങ്ങന്മാരുടെ ശല്യം മൂലം സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കോളനിവാസികളുടെ ദുരവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കി തരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV എരുമപ്പെട്ടി. SN പുരം പനങ്ങാട് യുവതരംഗം കലാസമിതിയുടെയും വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ പ്രളയത്തിൽ വീട് തകർന്ന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം MS മോഹനൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദ് അലി താക്കോൽദാനം നിർവഹിച്ചു. MS നാരായണൻ, TK രമേശ് ബാബു, സലീഷ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് മുല്ലയ്ക്കൽ വടക്കുംവാതിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 12 മണി വരെ വിശേഷാൽ പൂജകളും പൊങ്കാലയും നടക്കും. തന്ത്രി രാമചന്ദ്രൻ സ്വാമി മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 4-ന് കളമെഴുത്ത് ആരംഭിക്കും. തുടർന്ന് ദീപാരാധന, കളം പൂജ, തായമ്പക എന്നിവ നടക്കും. ബുധനാഴ്ച പുലർച്ചെ നടക്കുന്ന എഴുന്നള്ളിപ്പ്, 18ാം കർമ്മം, തേരേറ്റം, ദണ്ടുപറി, കൂറവലിക്കൽ എന്നിവയോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. പൊങ്കാലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. സെക്രട്ടറി TS അനൂഷ്, ട്രഷറർ MK ശരൂപ്, AK ഗോവിന്ദ്, KV വിജയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 10-ന് രൂപതാ വൈസ് ചാൻസലർ റവറൻ ഡോക്ടർ കിരൺ തട്ലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന ഉണ്ടായി. ഉച്ചകഴിഞ്ഞ് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ മുത്തുകുടകളുമേന്തി നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. തിരികെ വാർത്തകളിലേക്ക്. ചേർപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ പോൾ പയ്യപ്പള്ളി ചേർപ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് ദേവാലയ ദീപാലങ്കാര സിജോൺ കർമ്മം ചേർപ്പ് SI SR സനീഷ് നിർവഹിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച ചിക്കാഗോ സഹായം മെത്രാൻ ജോയി ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൈക്കാരന്മാരായ മാത്യു ഇഞ്ചോടിക്കാരൻ, പബ്ലിസിറ്റി കൺവീനർ ജിമ്മി കല്ലൂക്കാരൻ, ജോയിന്റ് ജനറൽ കൺവീനർ ബാബു കല്ലൂക്കാരൻ, ഫൈനാൻസ് കൺവീനർ ജോൺസൺ എടത്തിരുത്തിക്കാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഊരകം കിസാൻ കോർണർ എട്ടുമന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. BJP നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവ് കണ്ണാറ ഉദ്ഘാടനം ചെയ്തു. BJP ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് C വിജയൻ അധ്യക്ഷനായിരുന്നു. സമാപന സമ്മേളനം BJP നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. TV ബാബു, ദിനേശ് കണ്ണുളി തുടങ്ങിയവർ സംസാരിച്ചു. എടക്കഴിയൂർ ചന്ദനക്കുടം കൊടികുത്ത് നേർച്ചയുടെ പ്രധാന കാഴ്ചയായ കൊടികയറ്റ കാഴ്ചയ്ക്ക് നൂറുകണക്കിന് വിശ്വാസികളെത്തി. ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ ജാറമങ്കണത്തിലെത്തി. താബൂത്ത് കാഴ്ചയും ഇതേസമയം ജാറത്തിൽ പ്രവേശിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന നാട്ടുകാഴ്ചയിൽ ഗജവീരന്മാർ അണിനിരന്നു. കയ്പമംഗലത്തെ സമ്പൂർണ്ണ വിവരങ്ങൾ ഇനി വിരൽത്തുമ്പിൽ. കയ്പമംഗലം ഇനി വിരൽത്തുമ്പിൽ എന്ന തലക്കെട്ടോടെ എത്തിയ ആപ്പിൽ കയ്പമംഗലത്തെ പ്രധാനപ്പെട്ട എല്ലാ ഫോൺ നമ്പറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മതിലക സ്വദേശി ഷെഫീഖ് കൊടുങ്ങൂപ്പറമ്പിൽ, കയ്പമംഗലം സ്വദേശി KR റെമിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആപ്പ് നിർമ്മിച്ചത്. പഞ്ചായത്തിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസോ അതോ എന്തെങ്കിലും ന്യൂസോ അലേർട്ടോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ആപ്പിലൂടെ നമുക്ക് സ്ക്രോളിംഗ് ആയിട്ട് വിടാം. അല്ലെങ്കിൽ സൈഡ് ബാറിൽ തന്നെ നമുക്കൊരു വേറൊരു സെക്ഷൻ, നോട്ടിഫിക്കേഷൻ സെക്ഷൻ ഉണ്ട്, അതിലിടാം. പിന്നെ സ്ലൈഡിങ് ഇമേജസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും നമ്മൾ ആപ്പിൽ നമ്മൾ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള എന്ത് ന്യൂസ് വേണമെങ്കിലും നമ്മൾ ആപ്പിലൂടെ നമുക്ക് വിടാൻ എന്നുള്ളതാണ് ഇതിൻ്റെ
പ്രധാന പ്രത്യേകത. 2 മെഗാബൈറ്റ് മാത്രം സൈസുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ഒരു തവണ ഡൗൺലോഡ് ചെയ്താൽ പിന്നീട് ഇന്റർനെറ്റ് സേവനമില്ലാതെ തന്നെ ഏത് സമയവും ഉപയോഗിക്കാൻ സാധിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. ജനപ്രതിനിധികൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, മാധ്യമപ്രവർത്തകർ, പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, വിദ്യാലയങ്ങൾ, മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രമുഖർ തുടങ്ങി കയ്പമംഗലവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നുമുള്ള 1000-ലധികം നമ്പറുകൾ ഉൾക്കൊള്ളുന്നതാണ് മൊബൈൽ ആപ്പ്. ഇത്തരത്തിലുള്ള മൊബൈൽ ആപ്പുകളിൽ നമ്പറുകൾ ചേർക്കുന്നതിന് നിർമ്മാതാക്കൾ ചാർജ് ഈടാക്കുന്നുവെങ്കിലും ഈ ആപ്പിൽ അത് തികച്ചും സൗജന്യമാണ്. നമ്പറുകൾ എളുപ്പത്തിൽ നോക്കിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ വിവിധ വിഭാഗങ്ങളായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. 6 ദിവസം കൊണ്ട് തന്നെ ആപ്പ് 1 കോടി ക്ലബിൽ കയറിയിരുന്നു. വിദേശത്തും സ്വദേശത്തുമായി 1200 ആളുകളാണ് ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭരണിവേലയോടനുബന്ധിച്ച് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു. പതിയാരം ഇളമുറ പുരാഘോഷ കമ്മിറ്റി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് സാമൂഹ്യ വിരുദ്ധർ കീറി നശിപ്പിച്ചിട്ടുള്ളത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. കേരള പുലയർ മഹാസഭ പഴവൂർ ശാഖയുടെ വാർഷികാഘോഷം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം മുരളി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷനായിരുന്നു. താലൂക്ക് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി, ട്രഷറർ മണി, മഹിളാ പ്രസിഡന്റ് സുജാത തുടങ്ങിയവർ സംസാരിച്ചു. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിന് ചേലക്കര ഫൊറോന വികാരി ഫാദർ തോമസ് വടക്കൂട്ട് കൊടിയേറ്റം നിർവഹിച്ചു. 17, 18 തീയതികളിലായിട്ടാണ് തിരുനാൾ. 17 കൂടുതുറക്കൽ ശുശ്രൂഷ, 18 രാവിലെ 10:30 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ മാത്യു വെട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചാമക്കാല അമാനിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സൗഹൃദ ഭവനത്തിന്റെ താക്കോൽദാനവും വിവാഹ ധനസഹായ വിതരണവും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് AC അബ്ദുൽ അസീസ് അധ്യക്ഷനായിരുന്നു. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി താക്കോൽദാനം നിർവഹിച്ചു. അബ്ദുൽ സമദ് സഖാഫി, അസ്മാ ഉൽ ഹുസ്ന റാത്തീബ്, പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, MCK ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. 680 സ്ക്വയർ ഫീറ്റിൽ 8 ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. കോടാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പെരുന്നാൾ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ നടക്കും. വികാരി റവറന്റ് ഫാദർ റെജി കുഴിക്കാട്ടിൽ കൊടികയറ്റം നിർവഹിച്ചു. 15 രാവിലെ 8:30 വിശുദ്ധ കുർബാനയ്ക്ക് യാക്കോബായ സുറിയാനി സഭ വൈദിക ട്രസ്റ്റി സ്ലീബ പോൾ വട്ടവേലിൽ കോർ എപ്പിസ്കോപ്പ നേതൃത്വം നൽകും. തുടർന്ന് പ്രദക്ഷിണം, ലേലം, നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാളിന് സമാപനമാകും. പ്രളയാനന്തര കുഴൂരിന്റെ വീണ്ടെടുപ്പ് ലക്ഷ്യവുമായി തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കുന്ന അമ്പു ഗ്രാമത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തെ വൈദ്യശാലയും പാറപ്പുറം യുവജനവേദിയും നേതൃത്വം നൽകിയാണ് കുഴൂരിൽ അമ്പ് ഗ്രാമം സംഘടിപ്പിക്കുന്നത്. ജനുവരി 19 മുതൽ 22 വരെയാണ് കുഴൂർ സർക്കാർ ഹൈസ്കൂൾ മൈതാനത്ത് അമ്പുഗ്രാമം നടക്കുന്നത്. പ്രളയക്കെടുതിയിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരെയും മാധ്യമപ്രവർത്തകരെയും അമ്പുഗ്രാമത്തിൽ ആദരിക്കും. സംഘാടക സമിതി ഓഫീസ് കുഴൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലളിത ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തെ വൈദ്യശാല മാനേജിംഗ് ഡയറക്ടർ KP വിൽസൺ ദീപം തെളിയിച്ചു. യോഗത്തിൽ ലിൻസൺ K. പോൾ, സാജൻ കൊടിയൻ, ഫെബിൻ തെറ്റേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ദേവസ്വം നടത്താറുള്ള നാട്ടുകാരുടെ യോഗം തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 4 ദേവസ്വം ഓഫീസിലെ കുറൂരമ്മ ഹാളിൽ ദേവസ്വം ചെയർമാൻ KB മോഹൻദാസിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഫെബ്രുവരി 17 3 ആനയോട്ടവും രാത്രി കൊടിയേറ്റവുമാണ്. 26 ആറാട്ടോടെയാണ് ഉത്സവത്തിന്റെ സമാപനം. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടതോടെ അഗതി മന്ദിരത്തിൽ അഭയം തേടിയ വൃദ്ധ സഹോദരങ്ങൾക്ക് റിയാദിലെ മലയാളി കൂട്ടായ്മ ദുരിതാശ്വാസ ധനസഹായം നൽകി. നന്ദിപുലം നടത്തോടൻ രാമു എഴുത്തച്ഛനും 2 സഹോദരിമാരുമാണ് വീടില്ലാതെ അഗതി മന്ദിരത്തിൽ കഴിയുന്നത്. നന്ദിപുലം ഗ്രാമീണ വായനശാല പ്രവർത്തകരാണ് ഈ നിർധന കുടുംബത്തിന്റെ അവസ്ഥ മലയാളി കൂട്ടായ്മയെ അറിയിച്ചത്. ധനസഹായം കൈമാറിയ ചടങ്ങിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് EM ഉമ്മർ, പഞ്ചായത്ത് അംഗം ജയശ്രീ കൊച്ചുഗോവിന്ദൻ, വായനശാല അംഗങ്ങളായ ശിവരാജൻ, ഔസേബ്, കൊച്ചുമോൻ, ബിനീഷ്, രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. മലയാളികളുടെ വാട്സപ്പ് കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് റിയാദാണ് സഹായങ്ങൾ കൈമാറിയത്. കൂട്ടായ്മ പ്രതിനിധികളായ മുഹമ്മദ് P. മൂസ, അബ്ദുൽ അസീസ് കോയിക്കൽ, ഹൈദ്രൂസ് കോയിക്കൽ എന്നിവരാണ് ധനസഹായം കൈമാറിയത്.
ഫെഡറേഷൻ ഓഫ് ദ ഡഫ് കുന്നംകുളം മേഖലാ സമ്മേളനം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ജലീൽ, കരീം പന്നിത്തടം, AKFD സംസ്ഥാന പ്രസിഡന്റ് രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രാൻസ്പോർട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ MP അജിത് കുമാർ ഡ്രൈവിംഗ് ലൈസൻസ് നിയമ നടപടികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കാഞ്ഞാണി സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമാശ്ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ഫാദർ സഞ്ജയ് തൈക്കാട്ടിൽ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി റവറന്റ് ഫാദർ ടോണി തോമസ് കാക്കശ്ശേരി, കൈക്കാരന്മാരായ TD ജോസ്, വർഗീസ് ചാലക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജേസൺ കൂനംപ്ലാക്കൽ കാർമ്മികത്വം വഹിച്ചു. വികാരി റവറന്റ് ഫാദർ ജെയിംസ് വടക്കൂട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ സിജു തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുലിഭീതിയിൽ മേലൂർ പുഷ്പഗിരി നിവാസികൾ. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂടുതൽ നടപടികൾ ആരംഭിച്ചു. ചേറ്റുവ ചുള്ളിപ്പടിയിൽ തെരുവുനായ ആക്രമണം, 40ഓളം കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി. കുന്നംകുളം വടക്കാഞ്ചേരി വെള്ളറക്കാട് റോഡ് പുനർനിർമ്മിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.